ഞാൻ എൻ്റെ ഡിഗ്രി പഠിച്ചത് കോഴിക്കോടാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് കൂടി പോകുമ്പോൾ പ്രത്യേകിച്ച് പാലം കയറി കഴിയുമ്പോഴേക്കും ഈ പുല്ല് ഇങ്ങനെ കാണാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ. നിങ്ങൾക്ക് ഏത് പാട്ടാണെന്ന് എനിക്കറിയില്ല, എനിക്കിതാണ് മനസ്സിലോട്ട് വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ചെറുപ്പത്തിൽ ഈ പാട്ടൊക്കെ ടി വി കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ആഹാ ഇതെന്ത് പുല്ലാണ്, നമ്മുടെ നാട്ടിലില്ലല്ലോ എന്ന്. എൻ്റെ നാട് കൊച്ചിയാണ്, പക്ഷേ ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്. അപ്പോൾ എനിക്കിത് ട്രെയിനിൽ വെച്ച് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ഈ അടുത്താണ് എനിക്ക് പാലക്കാട് പോകാനൊരു അവസരം കിട്ടിയത്. ഇതിപ്പോൾ ഞാൻ കുന്തിപ്പുഴയുടെ തീരത്തുള്ള ഒരു പുല്ലിൻ്റെ പേര് എനിക്കറിയില്ല. പുല്ലിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ പറിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ്, കണ്ടപ്പോൾ ഈസി ആയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ചാടി പറിച്ചൊക്കെ എടുത്തു. അത് എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് ഈ പുല്ല് കാണുമ്പോൾ, പുല്ലല്ല ആക്ച്വലി ഇത് പുല്ലിൻ്റെ പൂവാണെന്ന് തോന്നുന്നു. ഈ പൂവ് കാണുമ്പോൾ കുട്ടിക്കാലമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പോലെ തോന്നും. എസ്പെഷ്യലി ആ സമയത്ത് നമ്മൾ ചിത്രഗീതമൊക്കെ ടി വിയിൽ കാണുന്നതും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്കത് ഭയങ്കര നൊസ്റ്റു തന്നെയാണ്. എന്തായാലും ഇത് കാണുന്ന എൻ്റെ പ്രായമുള്ള ആളുകൾക്കൊരു നൊസ്റ്റു അടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നൊസ്റ്റു അടിക്കുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.